നമസ്കാരം. മൈ ആസ്ട്രോവിനിന്റെ ഒരു പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുതുവർഷത്തിലേക്ക് കടക്കുന്ന ഈ സമയത്ത് നമ്മളെ ജീവിതത്തിലെ അനവധി ഗുണപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ വ്യാഴാഴ്ചയായ ജനുവരി 1 സമസപ്തക രാജയോഗം രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ശുഭയോഗത്തിന്റെ സ്വാധീനം ജീവിതത്തിൽ വലിയ അനുകൂല മാറ്റങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഭഗവാൻ വിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ട ദിനം കൂടിയാണ്. അപ്പോൾ ഈ ദിവസത്തിന് പ്രത്യേക ആത്മീയ മഹത്വം തന്നെയുണ്ട്. അപ്പോൾ ഈ ദിനത്തില് രൂപം കൊള്ളുന്ന സമസപ്തക രാജയോഗം പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. ഭാഗ്യത്തിന്റെ ഉച്ചകോടിയിലേക്ക് എത്തുന്ന ചില രാശിക്കാർക്ക് ജനുവരി മാസം പ്രത്യേക അനുഗ്രഹമായിട്ട് തന്നെ മാറുന്നുണ്ട്. രാജാവിനെ പോലുള്ള സമൃദ്ധവും ആഡംബരവുമായ ജീവിതമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. എന്നാൽ ഈ ഗുണാനുഭവങ്ങളെ ഏതെല്ലാം രാശിക്കാർക്കാണ് ലഭിക്കുന്നു എന്നാണ് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പരിശോധിക്കാൻ പോകുന്നത്. മേടം മുതൽ മീനം വരെയുള്ള 12 രാശികളിൽ ചില പ്രത്യേക രാശിക്കാർക്കാണ് ഈ കാലഘട്ടം വൻ അനുകൂല ഫലങ്ങളായിട്ട് സമ്മാനിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഭാഗ്യരാശികൾ നമ്മൾ ആരൊക്കെയെന്ന് പ്രത്യേകമായിട്ട് പരിശോധിക്കാം. ഒന്ന് മേടം രാശി, മിഥുനം രാശി, കന്നി രാശി, അതുപോലെ തന്നെ വൃശ്ചികം രാശി, കുംഭൻ രാശി എന്നിവയാണ് ആ ഭാഗ്യരാശികൾ. ഇതിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കും ഈ ഗുണാനുഭവ ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ആദ്യം മേടം രാശിയിലേക്ക് കടക്കാം. മേടം രാശിക്കാർക്ക് നിരവധി ഗുണാനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത്. ഇപ്പോൾ പുതുവർഷത്തിലെ രൂപം കൊള്ളുന്ന സമസപ്തക രാജയോഗം ഉണ്ടല്ലോ, ജീവിതത്തിലെ മുന്നേറ്റവും പുരോഗതിയും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കൈകൊള്ളുന്ന പ്രവർത്തനങ്ങളിലൊക്കെ എല്ലാം മികച്ച വിജയം നേടാനായിട്ട് ഈ യോഗം സഹായകരമാവും. വരുമാനത്തിൽ ശ്രദ്ധേയമായ വർധനവൊക്കെ ഉണ്ടാവും. സമൂഹത്തിൽ ബഹുമാനവും സ്ഥാനമാനങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തും. സാമ്പത്തിക നില നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു മികച്ചതായ ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. അടുത്തത് മിഥുനം രാശിയാണ്. മിഥുനം രാശിക്കാർക്ക് ഈ യോഗം അത്യന്തം അനുകൂലമായ ഫലങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഇതിലൂടെ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തിക സുരക്ഷിതത്വം ഒക്കെ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സുഹൃത്തുക്കളോടൊപ്പം എന്താ പറയാ, സന്തോഷ നിമിഷങ്ങളൊക്കെ പങ്കിടാനുള്ള ഒരു അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. തൊഴിൽ രംഗത്ത് മുന്നേറ്റവും നേട്ടങ്ങളൊക്കെ ഉറപ്പായി നിങ്ങളെ തേടിയെത്തും. മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ തൃപ്തിയാണ് പ്രകടിപ്പിക്കുക. ഇതോടൊപ്പം നിങ്ങൾ കഴിവുകളും പരിശ്രമങ്ങളും ഒക്കെ സമൂഹത്തിലെ അംഗീകാരവും ആദരവും ഒക്കെ നേടുന്ന ഒരു സമയം തന്നെയായിരിക്കും. അടുത്തത് കന്നിരാശിയാണ്. കന്നിരാശിക്കാർക്ക് സമസപ്തക രാജയോഗം വിവിധ വഴികളിലൂടെ ഗുണാനുഭവങ്ങളൊക്കെ സമ്മാനിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. എല്ലാ വെല്ലുവിളികൾക്കും വേഗത്തിൽ പരിഹാരമൊക്കെ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സഹായകമാവും. വീട്ടിൽ സന്തോഷം നിറഞ്ഞ അനുകൂല മാറ്റങ്ങളൊക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് തെളിഞ്ഞു കാണുന്നത്. ബിസിനസ് ഒക്കെ ആരംഭിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു കാലഘട്ടം തന്നെയാണ്. പ്രണയബന്ധത്തിലുള്ളവർക്കൊക്കെ ഒരു വിവാഹത്തിലേക്കുള്ള എന്താ പറയുക, ഒരു ശക്തമായ ഒരു സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്. ബിസിനസ് രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും നിങ്ങളെ സഹായിക്കും. കൈകൊള്ളുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നിങ്ങളെ തേടിയെത്തുന്ന ഒരു കാലം തന്നെയെന്ന് വേണം പറയാൻ. അടുത്തത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള അനുകൂല മാറ്റങ്ങളൊക്കെ ആരംഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. കുടുംബജീവിതമൊക്കെ സുഖകരവും സന്തോഷകരവും ഒക്കെ ആയിട്ട് മുന്നേറും. പുതിയ നിക്ഷേപ പദ്ധതികളൊക്കെ ആരംഭിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായ ഒരു സമയം തന്നെയാണ്. കുടുംബത്തോടൊപ്പം യാത്രകളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനും ഒരു മികച്ച അവസരം തന്നെ മുന്നിൽ കാണുന്നുണ്ട്. ഇപ്പൊ ജോലി രംഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പള വർധനവും സ്ഥാനക്കയറ്റവും ഒക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സമസപ്തമക യോഗത്തിന്റെ എന്താ പറയുക, സ്വാധീന ഫലമായിട്ട് രാജാവിനെ പോലെയുള്ള സമൃദ്ധവും ആത്മവിശ്വാസമൊക്കെ നിറഞ്ഞ ജീവിതം അനുഭവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് വേണം പറയാൻ. അടുത്തത് കുംഭരാശിയാണ്. സമസപ്തക യോഗത്തിന്റെ സ്വാധീനം ഇവർക്ക് ഇന്നു മുതലാണ് അനുകൂല മാറ്റങ്ങളായിട്ട് ആരംഭിക്കാനായിട്ട് പോകുന്നത്. അപ്രതീക്ഷിത ധനലാഭം ഒക്കെ കൈവശപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ തെളിഞ്ഞ് കാണുന്നുണ്ട്. കുടുംബത്തോടൊപ്പം സന്തോഷവും സൗഹൃദവും ഒക്കെ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് ഈ കാലഘട്ടം വളരെയധികം അനുയോജ്യമാണ്. രോഗാവസ്ഥകളിൽ നിന്നും മുക്തി കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സഹായകരമാവുന്ന ഒരു പ്രത്യേക സമയം എന്ന് വേണം പറയാൻ.
കൂടാതെ ഈ മാസം ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുന്ന നിരവധി അവസരങ്ങൾ വന്നെത്തുന്ന ഒരു കാലം എന്ന് വേണം പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.